ഇവിടെ പ്രേക്ഷകരെ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരണമൊക്കെ കേട്ട ദിവസമാണ് നമ്മൾ ഇന്ന്. അതിന്റെ വിശകലനങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു ഈ മണിക്കൂറുകളൊക്കെയും പോയത്. ഇപ്പോൾ നമുക്കിപ്പം ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ തന്നെ തത്സമയം ന്യൂസ് മലയാളത്തോടൊപ്പം ചേർന്നുണ്ട്, ഹൈ ഫൈവിൽ ചേർന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. മിനിസ്റ്ററെ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ അങ്ങക്ക്? ഗുഡ് ഈവനിങ്, കേൾക്കാം. ഓക്കെ മിനിസ്റ്ററെ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അവസാന ബജറ്റാണ് ഈ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു സ്വപ്ന ബജറ്റല്ല, കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു ക്ഷേമ ബജറ്റായിട്ട് തോന്നി. എല്ലാ മേഖലകളെയും തൊട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങൾ എല്ലാ മേഖലകൾക്കും വേണ്ടി നീക്കിയിരിപ്പുണ്ട്. പിന്നെ മറ്റൊന്ന്, ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു മറ്റേതെങ്കിലും ഒരു സർക്കാർ ഇങ്ങനെ ചെയ്തോന്നറിയില്ല, ഒരു സർക്കാരിൻ്റെ അവസാന കാലത്ത് ചെലവിലേക്ക് വേണ്ടി 2.5 ലക്ഷം കോടിയോളം രൂപ മാറ്റിവെക്കുക എന്നുള്ളത് അതൊരു പ്രത്യേക പ്രഖ്യാപനം പോലെ തോന്നി. ചരിത്രത്തിൽ ആദ്യമാണെന്ന് കേട്ടപ്പോൾ തോന്നി. അങ്ങനെയാണോ എന്നറിയില്ല, അങ്ങ് തന്നെ അതിലൊരു വ്യക്തത വരുത്തേണ്ടതാണ്. അപ്പോൾ ഈ മൊത്തത്തിലൊരു സാമ്പത്തിക ഞെരുക്കം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന കാര്യത്തിൽ ഈ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. കേന്ദ്രത്തിൽ വരുന്ന ഫണ്ട് നമുക്ക് കുറവാണ്. അതൊക്കെയും വച്ചുകൊണ്ട് ഈ ബജറ്റ് എഴുതി ചേർക്കൽ, ഈ ബജറ്റ് പ്രഖ്യാപനം, അത് അങ്ങേ സംബന്ധിച്ച് എത്ര കണ്ട് വെല്ലുവിളിയായിരുന്നു? വളരെ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രം ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ നമ്മൾ ഓരോ വർഷവും പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. 5 വർഷമായപ്പോൾ ആദ്യത്തെ 3 വർഷം നല്ലൊരു നിശ്ചലാവസ്ഥയായിരുന്നു. 4-ാം വർഷം കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. 5-ാം വർഷം 1,73,000 നിന്ന് 1,95,000 എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ ചുമ പനിയാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ഈ 95-ൽ നിന്ന് സാധാരണഗതിയിൽ അടുത്ത വർഷം വരുമ്പോഴേക്കും ഒരു 10-20,000 കോടി കൊണ്ട് തന്നെ വരും. പിന്നെ ഫിനാൻസ് കമ്മീഷൻ 16-ാം ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് വരും. ആ അവാർഡ് വരുമ്പോഴും നമുക്കതനുസരിച്ചിട്ടുള്ള ഇൻക്രീസ് വരും. ആ തരത്തിൽ നമുക്ക് പ്രായോഗികമായി പറ്റുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ തുകയുടെ, അതിനു മുമ്പത്തെ വർഷത്തിൽ പറഞ്ഞ തുകയുടെ അടുത്ത് തന്നെ നമ്മൾക്ക് വരുമാനവും ചെലവും ഉണ്ടായിട്ടുണ്ട്, പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നടത്താൻ പറ്റുന്നതാണ്. കേരളത്തിന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായി ഇത് വളരെ കൃത്യമായി രാഷ്ട്രീയത്തിനതീതമായി കൃത്യമായൊരു ഒരു ഒരു ഫിനാൻസും ബിസിനസ്സും ഒക്കെ വിലയിരുത്തി നോക്കുമ്പോൾ അത്രയും സാധ്യതയുണ്ട് കേരളത്തിന്. മിനിസ്റ്റർ, ഇപ്പം നമ്മളെ മുൻകാലങ്ങളിൽ കാണാത്ത പോലത്തെ ഈ പല പ്രഖ്യാപനങ്ങളുണ്ട്. ഇതിലിപ്പം ഉദാഹരണം, ഈ വിദ്യാർത്ഥികൾക്ക് ഈ പഠന കോളേജിലടക്കമുള്ള പഠന ചെലവ് അത് ഫ്രീ ആക്കുന്നത്, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി, ഇതൊക്കെയും സ്വാഗതാർഹമാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ മാറ്റി വച്ചിരിക്കുന്ന തുക, അതേപോലെ തന്നെ മറ്റൊന്ന് ഈ ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും അഷ്വേർഡ് പെൻഷൻ, കൂടുതൽ പാക്കേജോടെ മെഡിസെപ് 2.0, അപ്പം ഇതിന് മാത്രം ചെലവാകുന്ന പണം എത്രയാകും മിനിസ്റ്റർ? നിലവിലെ സാമ്പത്തിക നിലയിൽ ഇത് എത്ര കണ്ട് നമുക്ക് വെല്ലുവിളിയായിട്ട് വരും? അടുത്ത സർക്കാരിൻ്റെ ചുമലിൽ, ഇപ്പം ഏത് സർക്കാരാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല, പക്ഷേ അടുത്ത സർക്കാരിൻ്റെ തലയിൽ ബാധ്യത വെച്ചു കൊടുക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പരാതി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗത്താണ്. വേറെ ഒന്നിനും അത്രയും ചിലവ് വരില്ല. അത് സാധാരണഗതി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ DA എല്ലാം കൊടുത്തു കഴിയുന്നതോടുകൂടി പിന്നെ ശമ്പള പരിഷ്കരണത്തിന് ചെറിയൊരു വ്യത്യാസം കൂടെ വരത്തുള്ളൂ. പഴയ കുടിശ്ശിക കൊടുക്കാറുണ്ട് കുറച്ച്. ആ കുടിശ്ശിക കൊടുക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന ഈ 5 വർഷക്കാലം തൊട്ട് മുമ്പത്തെ കുടിശ്ശിക 25,000-30,000 കോടി ശമ്പള പരിഷ്കരണത്തിന് കൊടുത്തു തീർന്നു. അടുത്ത ശമ്പള പരിഷ്കരണം ഏകദേശം അതേപോലെ തന്നെ നടക്കുകയാണെങ്കിൽ പോലും വലിയ ബാധ്യതയില്ല, നടത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സാമ്പത്തിക വർഷം തന്നെ പഴയ DA കുടിശ്ശികയുടെ ഒരു ഭാഗം മാറ്റിവെക്കാനുള്ള പണം നമ്മുടെ ബഡ്ജറ്റ് പ്രൊവിഷനകത്ത് വെച്ചിട്ടുണ്ട്. നടക്കാൻ പറ്റുന്ന കാര്യമാണ്, നടക്കാൻ പറ്റാത്ത കാര്യമില്ല. കാരണം എന്താ, നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭരിച്ചാൽ അടുത്ത പ്രാവശ്യം പ്രതിപക്ഷമായിരിക്കും, അല്ലെ മുന്നണി മാറും. ഇപ്പം അങ്ങനല്ല. കഴിഞ്ഞ പ്രാവശ്യം 2ാം തവണ തുടർച്ചയായി വന്നതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റുകൾക്കൊരു ധാരണയുണ്ട്, പാർട്ടികൾക്കൊരു ധാരണയുണ്ട്, വീണ്ടും തുടർച്ചയായിട്ട് ഇതേ മുന്നണി തന്നെ വരാം. അപ്പോൾ പറ്റുന്ന കാര്യമേ പറയത്തുള്ളൂ, പറ്റാത്ത കാര്യം പറയില്ല. അപ്പോൾ പറ്റാവുന്ന കാര്യം മാത്രമേ തീർക്കുമെന്നുള്ള മിനിസ്റ്ററുടെ ഈ പ്രഖ്യാപനം, ധനമന്ത്രിയുടെ പ്രഖ്യാപനം, അത് സർക്കാരിന്റെ നടുവൊടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സർക്കാരിൻ്റെ അത് ഗഡുക്കളായി കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഗഡുക്കളായി കൊടുക്കും DA എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഒരു ഗഡു, അത് കഴിഞ്ഞിട്ട് എത്ര ഗഡുവാണോ അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ്. നേരത്തെ ആ ഗഡുകൾ നമ്മൾ കൊടുത്തിരുന്നു, അങ്ങനെ അത് കൊടുത്തു തീർത്താണ്. അതുപോലെ ഇത് കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പം ഈ ബജറ്റിന്റെ പവിത്രത അനാവശ്യ രാഷ്ട്രീയം കുത്തിനിറച്ച് നഷ്ടപ്പെടുത്തിയെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ വിമർശനം. മറ്റ് കാര്യങ്ങളുമൊക്കെ അങ്ങ് കേട്ട് കാണുമായിരിക്കും. എന്താണ് പ്രതിപക്ഷത്തോടുള്ള അങ്ങയുടെ പ്രതികരണം?
ഞാൻ അനാവശ്യമായ ഒരു രാഷ്ട്രീയവാദി കുത്തി നിർത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് മുതൽ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയും ലോകത്തിൻ്റെ സ്ഥിതിയും പറയാറുണ്ട്. ഞാൻ ഈ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് കേരളത്തിൻ്റെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ട്രംപ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതിനകത്ത് ഏറ്റവും ഏതൊരാൾക്കും മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാര രാജ്യത്തിൻ്റെ വെനിസ്വേലയുടെ പ്രസിഡന്റ് ഭവനിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലിട്ടു. പരമാധികാര രാഷ്ട്രം എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ലോകത്ത് എന്ത് ജനാധിപത്യമാണ്? അപ്പോൾ ഈ നാളെ ഇന്ത്യയുടെ നേരെ വരില്ലേ, കേരളത്തിന് നേരെ വരില്ലേ? ഇങ്ങനെ അധികാരം മാത്രമല്ല നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും തകർക്കാൻ ശ്രമിക്കില്ലേ? അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. പക്ഷേ നമുക്ക് ഒരുമിച്ച് നിന്നാൽ വലിയ സാധ്യതയുണ്ട്. ആദ്യ ഭാഗത്ത് ഞാനെന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ എല്ലാ നേട്ടത്തിൻ്റെ അടിസ്ഥാനം കേരളത്തിലെ ഒരുമയാണ്, മതനിരപേക്ഷതയാണ്, എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന പശ്ചാത്തലമാണ്. അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്നുള്ള എന്ത് രാഷ്ട്രം? ഞാൻ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൊഫഷനല്ലേ പറഞ്ഞേ? ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞ അതല്ലേ പറഞ്ഞേ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ശ്രീമതി ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും കൊണ്ടുവന്ന സോവറിൻ സോഷ്യലിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നിൽക്കാൻ പറ്റാത്തത്? ഞാനാണോ രാഷ്ട്രീയം തെറ്റിപ്പറയുന്നത്? പ്രതിപക്ഷ നേതാവാണോ തെറ്റിപ്പറയുന്നത്? ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്തുള്ള വാദങ്ങൾ മാത്രമാണ്. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ചേ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഞാൻ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഭരണഘടനാപരമായ കാര്യം, മതനിരപേക്ഷത എന്ന് പറയുന്ന കാര്യം ഒക്കെ പറയുന്നത് തെറ്റാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തോന്നുന്നെങ്കിൽ ഞാനത് പറയാനാ. മിനിസ്റ്റർ, ഇപ്പം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്താണെന്ന് ഇപ്പം നന്നായി അറിയാവുന്ന ആൾ അങ്ങാണ്. അപ്പം ഇപ്പൊ വാരിക്കോരി പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതികളൊന്നും നടക്കില്ല, ഇതെല്ലാം ഗിമ്മിക്കാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ ചിലരെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ സർക്കാരിന്റെ ധനസ്ഥിതി അറിയാതെ ഈ പദ്ധതികൾ എന്തിനു പ്രഖ്യാപിക്കുന്നു? കടം എങ്ങനെ വീട്ടും? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനവും ഇതിലുണ്ടായിട്ടില്ല. GDP വളർച്ച കൂടുന്നുണ്ട്, പക്ഷേ അതെല്ലാം കടമെടുപ്പ് പരിധി ഉയർത്തുന്നതല്ലാതെ ഈ കടം കൊടുത്തു തീർക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അതൊരു പദ്ധതി വരുന്നില്ല എന്നൊക്കെയാണ് വിമർശനം. ഇതിനെന്താണ് അങ്ങയുടെ പ്രതികരണം? 2021 കേരളത്തിന് GSDPയുടെ ശരാശരി നോക്കുമ്പോൾ അതിന് ആനുപാതികമായി നോക്കുമ്പം GSDPയുടെ 38% കേരളത്തിൻ്റെ കടം. ഇപ്പോൾ അത് 34%. 4%-ലധികം കുറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ കുറയുമല്ലാതെ കൂടുകയാണോ? ഇത് ഞാൻ പറഞ്ഞതല്ല, റിസർവ് ബാങ്ക് പറഞ്ഞതാണ്, C&AG പറഞ്ഞതാണ്. നമുക്ക് സാധാരണഗതി കടമെടുക്കുന്ന പഴയ കണക്കനുസരിച്ചിട്ട് ഈ വർഷം ആകുമ്പം, ഈ വർഷം 5 വർഷം മുമ്പ് തുടങ്ങിയതിൻ്റെ ഇരട്ടി ആയാൽ 6 ലക്ഷം കോടിയായേനെ. പക്ഷേ 4,80,000-ലപ്പുറം പോയില്ല എന്നാണ് ഫൈനൽ കണക്ക്. 1,25,000 കോടി രൂപ അവിടെ കുറഞ്ഞു. ഇത് കുറവല്ലേ, കൂടുതലാണോ? അപ്പോൾ കേരളം ഇന്ത്യയിലെ ഫിസ്ക്കൽ കൺസോളിഡേഷനിൽ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു. C&AG റിപ്പോർട്ടും റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടും അത് പറയുന്നു. ഇതല്ലാതെ എന്താ പിന്നെ വേണ്ട രേഖ? അപ്പം കടം വർദ്ധിപ്പിക്കുന്നതല്ല, ഇപ്പം പറഞ്ഞ പല കാര്യങ്ങളും അങ്ങനെ വലിയ കടമൊന്നും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ശമ്പള പരിഷ്കരണമാണ് ഇവർക്ക് പറയുന്നൊരു കാര്യം. DA കൊടുക്കുന്നതാണ് ഇവർ പറയുന്ന കാര്യം. പക്ഷേ ആ DA കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, അത് കൊടുക്കേണ്ടതാണ്. വേറെ ഒരു കാര്യവും അതിന് അത്രയും വലിയ ചിലവ് വരുന്ന ഒരു കാര്യമില്ല. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 1000 കോടി രൂപ മാറ്റിവെച്ചു എന്നുള്ള സത്യമാണ്. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഒരു പണിയില്ലാതെ വലിയ ബുദ്ധിമുട്ടി പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ പദ്ധതി മൊത്തം ഇല്ലാതാക്കുമ്പോൾ അതിന് പണം മാറ്റിവെച്ചത് തന്നെയാണ്. ഓക്കെ മിനിസ്റ്റർ, ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കുക. ഇപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് ഉണ്ടാകുമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു വർധനവ് ഈ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മാസം മുൻപ് നടത്തിയ ഒരു മിനി ബജറ്റ് കണക്കെയുള്ള പ്രഖ്യാപനത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഈ സർക്കാരിന്റെ കാലത്ത് 2,500 രൂപ എന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്ക് പെൻഷൻ തുക എത്തുമോ മിനിസ്റ്ററെ? തൊട്ട് മുമ്പാണ് നമ്മൾ ഈ വർധന വരുത്തിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആ മെച്ചപ്പെട്ട നമുക്ക് തരാനുള്ളതിൻ്റെ പകുതിയെങ്കിലും തന്നാൽ വർദ്ധിപ്പിക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. കാരണം നമ്മൾ അത്ര മെച്ചപ്പെട്ട സ്ഥിതിയിലെത്തും. പക്ഷേ ഇപ്പോൾ ആ പണം കിട്ടാത്തത് കൊണ്ട് നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ കിട്ടേണ്ട പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാ മേഖലയിൽ നിന്നാണ് എൻ്റെ ധാരണ. ഇനിയിപ്പം ഈ 1-ാം തീയതി അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഒറ്റ കാര്യം കൂടി. ഇപ്പം 1-ാം തീയതി യൂണിയൻ ബജറ്റ് വരാൻ പോവാണ്. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ എന്താണ് മിനിസ്റ്ററെ? സാധാരണഗതിയിൽ യൂണിയൻ ഗവൺമെൻറ് കുറച്ച് ന്യായമായ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ അവർ പ്ലേസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് കൃത്യമായി ചെയ്തു വരികയാണെങ്കിൽ കേരളത്തിന് യാതൊരു കുഴപ്പമില്ല. ആ ന്യായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണുന്ന നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്ററെ.